ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതറി തുള്ളി തുള്ളി ചാട്ടവാറിളക്കുമ്പോൾ നടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ അണ്ടകടാഹങ്ങൾ കുതിരപ്പുറത്ത് നീരവ നീലാകാശ മണ്ഡലത്തിലെ ശുഷ്ക താരങ്ങളും വിളറിയ നിൻമുഖം കാണട്ടെ ഞാൻ നിന്റെ നാട്ടിലെ നീല തുളസിക്കഴിത്തോപ്പിൽ നുള്ളിക്കൂട്ടും പിഞ്ചു വെറ്റിലകളും ചൊവ്വയിൽ വിളയുന്ന ചെമ്പഴുക്കയും വാനിൽ ചെങ്കനൽ ചൂളക്കുള്ളിൽ നീട്ടിയ ചുണ്ണാമ്പുമായി കാലമാണ് വിശ്രമം പായുമെന്നെ അശ്വം. അപ്പം ഇതിൽ കുതിരപ്പുറവും അശ്വത്തിനെ പറ്റിയൊക്കെ പറയുന്നത് ആര് എനിക്കു മരണമില്ല. അപ്പം നമുക്കറിയാം എനിക്ക് മരണമില്ല എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും? കണ്ടോ, കാലമാണ് വിശ്രമം പറയുമെന്നെ അശ്വം സ്നേഹജ്വാലയാണെന്നതിൽ കാണും ചൈതന്യം സനാതനം. ഇല്ല എനിക്കൊരിക്കലും മരണം തുറങ്ങുകൾക്കുള്ളിൽ ഇല്ല, എനിക്കൊരിക്കലും മരണമില്ല. ആരാ പറയുന്നത്? നമ്മുടെ ഈ കവിതയിലെ വയലാർ ഈ കവിതയിലൂടെ പറയാണ് എനിക്ക് മരണമില്ല ഒരിക്കലും, കാണും ചൈതന്യം സനാതനം. അല്ലെ, ഹിന്ദു മതാചാര പ്രകാരം മരണമില്ല, ആത്മാവ് എപ്പോഴും നമ്മുടെ കൂടെ അവരെ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഗോളങ്ങൾ എടുത്തു ഞാൻ പന്തടിക്കുമ്പോൾ നാളങ്ങൾക്കെടുത്തിയും കത്തിച്ചു ജ്വലിക്കുമ്പോൾ നീരവ നീലാകാശ മേഖലകളിൽ താരകെ നിന്നെക്കൊണ്ട് നർത്തനം ചെയ്യിക്കും ഞാൻ. താരകം നക്ഷത്രം നിങ്ങളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യിക്കും? നൃത്തം ചെയ്യിക്കും എന്നാണ് പറയുന്നത്. അപ്പം എന്താ നോക്കാം നമുക്ക് അല്ലേ. നിനക്ക് മരണമില്ല എന്ന് പറയുന്ന ഈ എന്താ പറയുക ഇതിൽ അദ്ദേഹം ആലോചിക്കുന്നത്, അതായത് നമ്മുടെ മിസ് പറഞ്ഞല്ലോ ഹിന്ദു മതാചാര പ്രകാരം മരണമില്ല എന്ന് പറയുന്നത് ശരീരത്തിന് മരണമുണ്ടാവും അല്ലേ. ശരീരം എന്ത് ചെയ്യും? മണ്ണിലേക്ക് അലിയുമ്പോൾ ശരീരത്തിൽ എന്ത് സംഭവിക്കും? പിന്നെ ശരീരം മണ്ണിലേക്ക് ഇതാവുമ്പോൾ മണ്ണോട് കലർന്നു പോകും. പക്ഷേ മനുഷ്യൻ്റെ ആത്മാവ് എപ്പോഴും എങ്ങനെ നിൽക്കുന്ന പറയുന്നത്? നിലനിൽക്കും. അപ്പോൾ സനാതനം ആയിട്ട് നിലനിൽക്കുന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എനിക്ക് മരണമില്ല എന്നുള്ള കവിതയിൽ വയലാർ രാമവർമ്മയുടെ കാവ്യജീവിതമാണിതിൽ. പിന്നെ വയലാർ രാമവർമ്മയുടെ കാവ്യജീവിതമാണ് ഇതിൽ എനിക്ക് മരണമില്ല പറയുന്നത്. മലയാള കവിതാ ചരിത്രത്തിൽ തന്നെ വയലാറിൻ്റെ മലയാള കവിതാ ചരിത്രത്തിൽ വയലാറിൻ്റെ ഇടം കണ്ടെത്തുന്നത് ഈ ഒരു കൃതിയിലൂടെയാണ്. എനിക്ക് മരണമില്ല എന്ന കവിതയിലൂടെ ശാസ്ത്ര ദർശനത്തെയും പ്രകൃതി ദർശനത്തെയും മുൻനിർത്തിയുള്ള ആലോചനകൾക്കാണ് ഇവിടെ വഴി തുറക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ പറയുന്നത് എനിക്ക് മരണമില്ല, വയലാറിൻ്റെ കവിതകളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എനിക്ക് മരണമില്ല, ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്താ നോക്കി, എനിക്ക് മരണമില്ല മലയാള കവിതാ ചരിത്രത്തിൽ വയലാറിൻ്റെ ഇടം കണ്ടെത്തുന്നു. പിന്നെന്താണ്? എനിക്ക് മരണമില്ല എന്ന കവിതയിലൂടെ ശാസ്ത്ര ദർശനത്തെയും പ്രകൃതി ദർശനത്തെയും മുൻനിർത്തിയുള്ള ആലോചനകളാണ് പറയുന്നത്. അത് ഇതിൽ ജസ്റ്റ് നമ്മുടെ ടെക്സ്റ്റിൽ നിങ്ങളുടെ കയ്യിൽ നമ്മൾ ടെക്സ്റ്റ് ഉണ്ടോ? അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്നേഹിക്കയില്ല ഞാൻ നോവുമാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഏറ്റവും വിഖ്യാതമായ കവിതയാണ് സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് തൻ്റെ കാവ്യജീവിത തത്വശാസ്ത്രമാവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഒരാളാണ് വയലാർ രാമവർമ്മ. അദ്ദേഹം കാൽപ്പനികതയിലൂടെ ഇടയ്ക്കിടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യ മനസ്സിൻ്റെ പാട്ടുകാരനാണ് വയലാറിൻ്റെ കുറേ നല്ല നല്ല കൃതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മലയാളത്തെ പ്രശസ്ത കവിയും ചലച്ചിത്രഗാന രചയിതാവുമായ വയലാർ രാമവർമ്മ കവി എന്നതിലുപരി അദ്ദേഹം സിനിമാ ഗാന നിർമ്മാതാവിൻ്റെ ലെവലിലാണ് ഉയർന്നു വന്നത്. കവിതയെ സമൂഹ പരിവർത്തന ഉപാധിയായിട്ടാണ് അദ്ദേഹം കണ്ടത്. സംസ്കൃത ഭാഷയും സാഹിത്യതൊക്കെ അദ്ദേഹത്തിന് നല്ല വശമായിരുന്നു. കൂടാതെ തൻ്റെ സന്തതിയായ ശാസ്ത്രബോധവുമായി വയലാർ കൂട്ടിയിണക്കി. സിനിമയിൽ കൂടപ്പിറപ്പ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതി തൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയ വയലാർ കുറേ ചിത്രങ്ങൾക്ക് വേണ്ടി, വയലാറിൻ്റെ പാട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ചിത്രങ്ങൾക്ക് വേണ്ടി 1300ഓളം ഗാനങ്ങൾ, 1300ഓളം ഗാനങ്ങൾ ആരെഴുതിയിട്ടുണ്ട്? വയലാർ. ഇതൊക്കെ നിങ്ങൾ എഴുതണം കേട്ടോ. മിസ് പറഞ്ഞു ഇൻട്രൊഡക്ഷൻ എഴുതണം എന്ന് വയലാറിനെ പറ്റി. അപ്പോൾ 1300ഓളം സിനിമാ ഗാനങ്ങൾ ആരെഴുതിയിട്ടുണ്ട്? വയലാർ എഴുതിയിട്ടുണ്ട്. സ്വന്തമായിട്ട് അദ്ദേഹം ഗാനരചയിതാവാണ്. ഇത്രയും സിനിമകളിൽ ഗാനരചയിതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും റെക്കോർഡിലാണ് മലയാള സിനിമാ ലോകത്ത് അദ്ദേഹം വളരെ തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട്. നാടകഗാനങ്ങളും ഉണ്ട് കേട്ടോ. അദ്ദേഹം സിനിമാ ഗാനങ്ങൾ മാത്രമല്ല നാടക ഗാനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
കൂടാതെ പിന്നെ നെല്ല്, അതിഥി എന്നീ ചിത്രങ്ങളുടെ മികച്ച ചലച്ചിത്ര രചയിതാവിന് രാഷ്ട്രപതിയുടെ പുരസ്കാരം വരെ നേടിയാണ് നമ്മുടെ വയലാർ രാമവർമ്മ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ എഴുതാനുള്ളതാണ് കേട്ടോ. അങ്ങനെ പിന്നെ കവിത, ഗദ്യകാരൻ, പ്രഭാഷകൻ എന്നീ മേഖലയിൽ അദ്ദേഹം വളരെ ശോഭിച്ചിരുന്ന വ്യക്തിയായിരുന്നു. പിന്നെ അദ്ദേഹം ചെയ്ത വിപ്ലവവീര്യം കലർന്ന ചില ഇതൊക്കെ അദ്ദേഹത്തിന് എക്സാമ്പിൾ: തുടരുക സഖാക്കളെ, കാലിൽ കിലുങ്ങുന്ന തുടലുകൾ നോക്ക് നിങ്ങൾ തുടരുക നിങ്ങൾ ഈ മോചന യുദ്ധം എന്നൊക്കെ പറഞ്ഞ സഖാക്കളൊക്കെ ചെല്ലുന്ന ചില വരികളൊക്കെ വയലാറിൻ്റെത് കടമെടുത്താണെന്ന് പറയുന്നു. ഇങ്ങനെ കവിതയിൽ ആഹ്വാനം ചെയ്യുന്ന വിപ്ലവം എന്നുള്ളൊരു ഇതും അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അല്ലെ. എപ്പോഴും നമുക്ക് മോചനം വേണം, സ്വാതന്ത്ര്യം വേണം. നമ്മൾ ബ്രിട്ടീഷുകാരുടെ കാലടിയിൽ കുറേ കാലം അപ്പോൾ സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു, നമുക്ക് മോചനം വേണം എന്നുള്ള വിപ്ലവ സഖാക്കളുടെ വീര്യം തുടിക്കുന്ന ചില കവിതകളും ഇതൊക്കെ നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റൂ കേട്ടോ. ചില ആഹ്വാനം ചെയ്യുക, ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്ന വിപ്ലവ പോലെയുള്ള പല കവിതകളുടെ വരികളും രചിച്ചത് നമ്മുടെ വയലാറാണ്. ഓക്കെ, വയലാർ ഗാനങ്ങളുടെ ഈരടികളും രീതികളും എപ്പോഴും മലയാളികൾക്ക് ഇഷ്ടമാണ്. തൻ്റെ കവിതകളിലൂടെ മനുഷ്യ മനസ്സിനുള്ള എല്ലാ ഭാവതലങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് എഴുതാൻ പറ്റും. ഇൻട്രൊഡക്ഷൻ, നമ്മൾ ആസ്വാദനക്കുറിപ്പിൻ്റെ ഇൻട്രൊഡക്ഷനാണ് പറയുന്നത് നമ്മുടെ കവിതയിൽ അല്ലേ. രൂപശില്പത്തിൻ്റെ ലക്ഷ്യം ഒരിക്കലും ചൂണ്ടിക്കുക. പിന്നെ എല്ലാം കൊണ്ടും അദ്ദേഹം മലയാളികളുടെ മനസ്സ് കവർന്നു. വയലാർ രാമയുടെ കവിതകൾ എപ്പോഴും ദീപശിഖയുടെ സ്വഭാവം ഈ ദർശനദീപ്തിയാണ്. ഓക്കെ, ചങ്ങമ്പുഴയ്ക്ക് ശേഷം ജനകീയനായി മാറിയ കവിയാണ് വയലാർ രാമവർമ്മ. കൂടാതെ എല്ലാ തലമുറയും അദ്ദേഹത്തിൻ്റെ കവിതകൾ സ്വാധീനിച്ചു അല്ലെ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നമ്മൾ എന്താ പറയുക, ചങ്ങമ്പുഴയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് രമണനും വാഴക്കുലയും. അതേപോലെ നമ്മുടെ വയലാറിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് കൊന്തയും പൂണൂലും. ഇതിലെ ചേരുമ്പടി മാച്ച് ദ ഫോളോയിങ് ചേരുമ്പടി ചേർക്കാനൊക്കെ ഉണ്ടാവുക. അപ്പം മിസ് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. വേണമെങ്കിൽ മിസ് ചേരുമ്പടിയൊക്കെ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ വേണം നമുക്ക് ബോർഡിൽ എഴുതാം കേട്ടോ. അല്ലെങ്കിൽ മിസ് ഇനിയിപ്പോൾ എപ്പോഴും ക്ലാസ്സൊക്കെ വാട്സപ്പിൽ ഓൺലൈനിലൊക്കെ നിങ്ങൾ വന്നിട്ട് ക്വസ്റ്റിന് സംശയങ്ങൾ ചോദിക്കുമ്പോൾ മിസ് അത് ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ അപ്പോൾ പറഞ്ഞുതരാം. കാരണം ഇതിൽ നോക്കുക, കൊന്തയും പൂണൂലും. ഇപ്പം രമണനും വാഴക്കുല, കൊന്തയും പൂണൂലും ഇതൊക്കെ ഒരുമിച്ച് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അവനവൻ്റെ ഇത് റെഡിയാക്കി കൊടുക്കുക അല്ലേ. കൊന്തയും പൂണൂലും, നാടിൻ്റെ നാദ്യം, എനിക്ക് മരണമില്ല, മുളങ്കാട്, പിന്നെ എൻ്റെ മാറ്റൊലി കവിതകൾ, സർഗസംഗീതമാണ് സിനിമയ്ക്ക് വേണ്ടി അത് എഴുതിയത് അല്ലേ. എന്നീ കാവ്യസമാഹാരം, ആയിഷ എന്ന ഖണ്ഡകാവ്യം, ആയിഷ ഖണ്ഡകാവ്യം കേട്ടോ. അപ്പം ഖണ്ഡകാവ്യം എഴുതിയ കവി ആരാണ്? വയലാർ രാമവർമ്മ. ഏതാണ് അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യം? ആയിഷ. പിന്നെ രക്തം കലർന്ന മണ്ട്, വെട്ടും തിരുത്തും എന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ്. പുരുഷാന്തരങ്ങളിലൂടെ എന്ന യാത്രാ വിവരണ ഗ്രന്ഥവും അദ്ദേഹം ഒരു യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട്. പുരുഷാന്തരങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു യാത്രാ വിവരണം. ഓക്കെ, അദ്ദേഹത്തെ എത്രയൊക്കെ പറഞ്ഞു അദ്ദേഹത്തെ അനശ്വരനാക്കുന്നത് സിനിമ ഗാനരചയിതാവ് എന്ന നിലയിലാണ് അദ്ദേഹം അനശ്വരനായത് അല്ലേ. അനശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം മനുഷ്യരുടെ മനസ്സിൽ മരണമില്ലാത്ത ഒരാളാണ് വയലാർ രാമവർമ്മ അല്ലേ. പിന്നെ നമുക്ക് നോക്കാം ഇതിലെന്താണ് പറയുന്നത്, മെയിൻ കാര്യം നോക്കാം. എനിക്ക് മരണമില്ല എന്ന കവിതയിൽ വയലാർ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയെയും മനുഷ്യൻ്റെ വീരചരിത്രത്തെയാണ് മുറുകെ പിടിക്കുകയാണ് അല്ലേ. ശാസ്ത്രത്തിൻ്റെ പുരോഗതിയെയും മനുഷ്യൻ്റെ വീരചരിത്രമായ നമ്മുടെ ഹിസ്റ്റോറിക് കാലഘട്ടത്തെയും വളരെ സവിശേഷവൽക്കരിക്കുകയാണ് ഏത് കവിതയിലൂടെ? എനിക്ക് മരണമില്ല എന്ന കവിതയിലൂടെ. പിന്നെ ചില സന്ദർഭം അതിന് കടന്ന പ്രഖ്യാപനങ്ങളായി കവിത മാറുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് മനുഷ്യനെ സ്ഥാപിക്കുന്ന കവിതയാണിത്. ഹ്യൂമാനിസമാണ് കവിയെ മുന്നോട്ട് നയിക്കുന്ന വീക്ഷണം. ഹ്യൂമാനിസമാണ് ഈ ഒരു എനിക്ക് മരണമില്ല, ഹ്യൂമാനിസമാണ് ഇതിൽ പ്രധാനമായും പറയുന്നത് അല്ലേ. ഹ്യൂമനിസം അല്ലെങ്കിൽ ഹ്യൂമാനിസം ഇങ്ങനെ എഴുതാം. ഹ്യൂമാനിസമാണ് ഇതിലൂടെ പറയുന്നത്. മനുഷ്യൻ പിന്നെ സൗരയൂഥത്തിൻ്റെ സൂര്യനെക്കുറിച്ച് മനുഷ്യൻ എത്തിപ്പിടിച്ചു ചക്രവാളത്തെ സർവോപരി തന്നെ കുറിച്ചുമാണ് അല്ലെ. സൂര്യൻ, ചക്രവാളം, സൗരയൂഥം അതൊക്കെ ശാസ്ത്രം റിലേറ്റഡ് ആണ്. അപ്പം നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വയലാറിൻ്റെ പ്രത്യേകത എഴുതുക ശാസ്ത്രവും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു ബന്ധം, മനുഷ്യൻ്റെ ഹ്യൂമാനിസം എന്ന് പറയുന്ന ഒരു ബന്ധത്തിലൂടെയാണ് എനിക്ക് മരണമില്ല എന്ന കവിതയുടെ പ്രധാനപ്പെട്ട ഇന്നർ മീനിങ് ആയിട്ട് പോകുന്നത്. അതിന് വീണ്ടും പറയണമെങ്കിൽ സൗരയൂഥത്തെ പറ്റി, നക്ഷത്രങ്ങളെ പറ്റി, സൂര്യനെ പറ്റിയാണ് അദ്ദേഹം എഴുതിയത്. അതിൻ്റെ കൂടെ തന്നെ മനുഷ്യൻ്റെ മനസ്സിനെ പറ്റി അദ്ദേഹം അതിനെ റിലേറ്റഡ് ആയിട്ട് എഴുതുന്നു. അപ്പം പ്രകൃതി ശാസ്ത്രവുമായി മനുഷ്യനുമായി, അപ്പം പ്രകൃതി ശാസ്ത്രവും മനുഷ്യശാസ്ത്രവും രണ്ടും മനുഷ്യനെ മനസ്സിൻ്റെ ശാസ്ത്രവും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു എനിക്ക് മരണമില്ല എന്ന കവിത തയ്യാറാക്കിയത്. ഓക്കെ,
പിന്നെ ചക്രവാളത്തെ സർവോപരി അവനവനെ കുറിച്ച് തന്നെ, അതായത് തന്നെ പറ്റിയാണ്, തൻ്റെ സ്വയം പേഴ്സണാലിറ്റി, വ്യക്തി